സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എല്ലാം തന്നെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകളുണ്ട്. നിങ്ങൾക്ക് ആവശ്യമായ ലിങ്കുകളിൽ ജോയിൻ ചെയ്യാനും ആ ഗ്രൂപ്പുകൾ പരിശോധിക്കാനും മറക്കരുത് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ഓപ്ഷൻസിൻ്റെ വോളിയം S&P 500-നേക്കാളും മുകളിലെത്തിയിരിക്കുകയാണ്. എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. ഇതിൽ പ്രധാനമായിട്ട് ഈ റിപ്പോർട്ടിൽ എടുത്തു പറയുന്നത് റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വളരെയധികം വർദ്ധിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മറ്റൊരു ന്യൂസ് ഞാൻ വായിച്ചിരുന്നു. അതായത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലെ, ഇന്ത്യയിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിലെ എന്താ പറയുക, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഓവർറൂൾ ചെയ്യുന്ന അത്രയും രീതിയിൽ പവർഫുള്ളായി മാറിയിരിക്കുന്നു. കൂടാതെ റീറ്റെയിലേഴ്സ് പണം സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഓപ്ഷൻ ട്രേഡിങ്ങിൽ നിന്നും അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും പണം സമ്പാദിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊരു വാർത്ത രാവിലെ വായിച്ചിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന രീതിയിൽ രണ്ടാമത്തെ ന്യൂസ് ഇപ്പോൾ വൈകുന്നേരം വന്നിരിക്കുകയാണ്. അതായത് നിഫ്റ്റി ഓപ്ഷൻസിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ അമേരിക്കയിലെ S&P 500-നേക്കാളും കൂടുതലായി വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ്. തീർച്ചയായിട്ടും ഒരു വലിയൊരു മുന്നേറ്റം, ഒരു വിപ്ലവമാണ് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. സീമെൻസ് ആൻഡ് RVNL ഇത് ഒരു രണ്ടും കൂടിച്ചേർന്ന ഒരു കൺസോർഷ്യത്തിന് ബാംഗ്ലൂർ മെട്രോ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. 394 കോടി രൂപയുടെ കോൺട്രാക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, F&O സീരീസിലേക്ക് പുതിയ സ്റ്റോക്കുകൾ കടന്നു കയറുകയാണ്. കുറേ സ്റ്റോക്കുകൾ എടുത്ത് വെളിയിൽ കളയുന്നുണ്ട്, ബാഡ് പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ പുറത്ത് കളയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ സ്റ്റോക്കുകൾ BSE, അതേപോലെ ജിയോ ഫിനാൻഷ്യൽ, സൊമാറ്റോ, യെസ് ബാങ്ക്, CG പവർ, NHPC, IRCON, ഇൻഫ്രാ കൺസ്ട്രക്ഷൻ, ആ കമ്പനികളൊക്കെ ഇനി F&Oയിലേക്ക് കയറാൻ പോവാണ്. ഇത് എപ്പോഴാണ് ഉണ്ടാവുക എന്നറിയില്ല, പക്ഷേ സൂൺ ഇതിനൊരു തീരുമാനം ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളുക. അതേപോലെ നമുക്കൊക്കെ കഴിഞ്ഞ വർഷം മുതൽ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്, നോമിനിയെ, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടുമായിട്ട് നോമിനിയെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിമാറ്റ് അക്കൗണ്ട് ഫ്രീസായി പോകും എന്നൊരു കാര്യം. പക്ഷേ ആ ഒരു തീരുമാനത്തിന് ചെറിയ രീതിയിൽ ഒരു ഇളവ് നൽകിയിരിക്കുകയാണ് സെബി. സോ അതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് നോമിനിയെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ആവശ്യമായ സമയം കൊടുക്കാനും അത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറയാനും വേണ്ടിയിട്ടുള്ള രീതിയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. പിന്നെ ചന്ദ്രബാബു നായിഡുവിൻ്റെ എന്താ പറയുക, മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് അവരുടെ തന്നെ കമ്പനി, കുറേ കമ്പനീസ് ഉണ്ട് അവരുടേത്. അതിലൊന്നാണ് ഹെറിറ്റേജ് ഫുഡ്. ഡയറക്റ്റ് പൊളിറ്റിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ 6 ദിവസം കൊണ്ട് ആ കമ്പനിയുടെ ഗ്രോത്ത് 70%. അപൂർവമായ വളർച്ചയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആയതുകൊണ്ടാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയത്. മഫത്ലാൽ ഇൻഡസ്ട്രീസ് 15% ഒരു ഗ്രോത്താണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അവർ DRDO ആയിട്ട് ഒരു എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. റെയ്മണ്ട് ഷെയർസ് ഓൾ ടൈം ഹൈയിൽ ഇന്ന് ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. അവർ എന്താ പറയുക, ബന്ദ്ര റിയൽ എസ്റ്റേറ്റ് ബെസ്റ്റ് പ്രിഫേർഡ് ഡെവലപ്പർ എന്ന ഒരു പൊസിഷൻ കരസ്ഥമാക്കിയതിൻ്റെ പിന്നാലെയാണ് ഈ ഒരു മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത്. IRB ഇൻഫ്ര ഇന്ന് 8.5% ഇടിവ് രേഖപ്പെടുത്തി. റീറ്റെയിലേഴ്സ് അതൊരു 13% ഒരു വളർച്ച സ്റ്റോക്ക് പ്രൈസിൽ കണ്ടതോ കഴിഞ്ഞ മാസം ഈ ഡേറ്റ് വരെ, കഴിഞ്ഞ മാസം മുതൽ 13% ഒരു ഗ്രോത്ത് വന്നതോടുകൂടി ഇൻവെസ്റ്റേഴ്സ് പാർഷ്യലി പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാൻ വേണ്ടി എത്തിയതാണ് സ്റ്റോക്ക് ഇടിയാൻ കാരണം. വാട്ട് വിസാർഡ് ഇന്നോവേഷൻസ് ഇന്ന് 20% കയറിപ്പോയിട്ട് അപ്പർ സർക്യൂട്ട് അടിച്ചിരിക്കുകയാണ്. അതൊരു EV മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഫിലിപ്പീൻസിൽ നിന്നും അവർക്ക് $1.2 ബില്യൺ ഓർഡേഴ്സ് കൺഫേം ആയതാണ് ഇതിങ്ങനെ കയറിപ്പോകാൻ കാരണം. വാട്ട് വിസാർഡ് നല്ലൊരു സ്റ്റോക്കാണ്. അത് സുസ്ലോൺ എനർജി ഇന്ന് 5% ഇടിഞ്ഞു, കാരണം അതിൻ്റെ ഡയറക്ടർ രാജിവെച്ചിരിക്കുകയാണ്. ആ ന്യൂസ് വന്നതോടുകൂടി സ്റ്റോക്ക് ഡയറക്റ്റ് പോവുമായിരുന്നു. KEC ഇൻ്റർനാഷണൽ ഇന്ന് 5.2% എന്താ പറയുക കയറിപ്പോയിട്ടുണ്ട്. കാരണം 1061 കോടി രൂപയുടെ ഓർഡേഴ്സ് അവർക്ക്, ആ കമ്പനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന ന്യൂസ് വന്നതാണ് ഇങ്ങനെ കയറിപ്പോകാൻ കാരണം. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വാർത്തകളായിട്ടുള്ളത്. US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ബെയറിഷായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ യൂറോപ്യൻ മാർക്കറ്റ് ഇന്ന് ക്ലോസ് ചെയ്തത് ബെയറിഷായിട്ടാണ്.
ഏഷ്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി 23,245 ട്രേഡിംഗ് നടക്കുന്നു, 12 പോയിന്റ് ഗ്രീനിലാണ്. നിക്കി 354 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് 109 പോയിന്റ് റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് കൂടുതലും റെഡിലാണ് ഉള്ളത് എന്ന് തോന്നുന്നു. ഇനി ഇന്ത്യ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 28 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 185 പോയിന്റ് അഥവാ 0.79% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 23,319 നിന്ന് 59 പോയിന്റ് നഷ്ടത്തിൽ 23,259 ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുടെ കഴിഞ്ഞ 5 ദിവസമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ക്ലോസിങ് ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. നിഫ്റ്റി 50യിൽ 50 സ്റ്റോക്കുകളിൽ 20 ഇന്ന് പ്രോഫിറ്റിൽ അവസാനിച്ചപ്പോൾ 29 നഷ്ടത്തിലും ഒരെണ്ണം ബ്രേക്ക് ഈവനായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. അൾട്രാടെക് സിമെന്റ്, ഗ്രാസിം, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, സിപ്ല തുടങ്ങിയ സ്റ്റോക്കുകളെ നിഫ്റ്റിയെ മുകളിലോട്ട് പൊക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. അതേസമയത്ത് ടെക് മഹീന്ദ്ര, ഇൻഫി, വിപ്രോ, LTI മൈൻട്രി ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നിഫ്റ്റിയെ വലിച്ച് താഴെ ഇറക്കിയിട്ടുണ്ട്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ദിവസം കൊണ്ട് 79 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ജൂൺ മാസത്തിൽ ഇതുവരെയായിട്ട് 79 പോയിന്റിന്റെ നഷ്ടം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് ഇന്ന് 2.84% കുറഞ്ഞിട്ട് 16.4 അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു. അതേപോലെ ഇന്ന് പ്രൈസ് ആക്ഷൻ CPRനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 49,808 ഓപ്പണായിട്ട് 27 പോയിന്റ് നഷ്ടത്തിൽ 49,781 ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 22,183 ഓപ്പണായി 27 പോയിന്റ് നഷ്ടത്തിൽ 22,155 ക്ലോസ് ചെയ്തു. സെൻസെക്സ് 76,935 ഓപ്പണായിട്ട് 445 പോയിന്റ് നഷ്ടത്തിൽ 76,490 ക്ലോസ് ചെയ്തു. ദെൻ ഇവിടെ മിഡ് ക്യാപ്പ് 11,813 ഓപ്പണായി 121 പോയിന്റ് നഷ്ടത്തിൽ 11,692 ക്ലോസ് ആയിരിക്കുന്നത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് $75.59 കുറഞ്ഞിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് $2,303 കുറഞ്ഞിട്ടുണ്ട്. USD INR റേറ്റ് 83 രൂപ 51 പൈസയാണ് ഇന്നത്തെ ഒരു US ഡോളറിൻ്റെ വിനിമയ നിരക്ക്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,721 കോടിയുടെ ബൈങ്ങും 11,149 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,572 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 16,939 കോടിയുടെ ബൈങ്ങും 14,169 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 2,764 കോടിയുടെ നെറ്റ് ബൈങ് ആണ് കാഴ്ചവെച്ചത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 5,336 കോടിയുടെ ബൈങ് ആണ് ഇന്ന് നടന്നിരിക്കുന്നത്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,146 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 8,343 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 2,802 കോടിയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് ഈ മാസത്തിൽ ഇതുവരെയായിട്ട് നടന്നിരിക്കുന്നത്. ദെൻ പ്രധാനപ്പെട്ട സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ഇന്ന് 1.86% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നിഫ്റ്റി ബാങ്ക്, ഫിൻ സർവീസസ്, പ്രൈവറ്റ് ബാങ്ക്, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി IT സ്റ്റോക്ക് ഈ സെക്ടറുകളെല്ലാം തന്നെ ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചത്. ETF നോക്കുകയാണെങ്കിൽ ഫാർമബീസും നോട്ടോബീസും ഇന്ന് പോസിറ്റീവിലാണ്, ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ അൾട്രാടെക് സിമെന്റ് ഇന്ന് 3.26% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. അതേസമയത്ത് വേദാന്ത ലിമിറ്റഡ് 3.98% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. അൾട്രാടെക് സിമെന്റ്, REC ലിമിറ്റഡ്, ഗ്രാസിം, ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, സിപ്ല, പവർ ഗ്രിഡ്, ബാങ്ക് ഓഫ് ബറോഡ, ICICI പ്രൂലി, UPL, നെസ്ലെ ഇന്ത്യ, ലോറസ് ലാബ്സ്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ വേദാന്ത ലിമിറ്റഡ്, എംഫോസിസ്, ടെക് മഹീന്ദ്ര, പെർസിസ്റ്റന്റ്, ഇൻഫി, വിപ്രോ, കുമിൻസ് ഇന്ത്യ, അറോഫാർമ, ബജാജ് ഫിനാൻസ്, എം&എം, ജിന്ദാൽ സ്റ്റീൽ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ് ഇതെല്ലാം തന്നെ ഇന്ന് കടുത്ത നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1,540 സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 807 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR 0.82 ആണ് വന്നിരിക്കുന്നത്. 23,259 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 29 പോയിന്റ് താഴെയായിട്ട് 23,230 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഫ്യൂച്ചർ ഡിസ്കൗണ്ടിലാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ദെൻ 23,500 ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്, കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 23,500 74 ലക്ഷം കോളാണ് റേറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് 23,000 71 ലക്ഷമാണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.68 ആണ് ഇന്ന് വന്നിട്ട്. ക്ലിയർലി ഇതൊരു ബെയറിഷ് മൂവ്മെന്റ് ആണ് സൂചിപ്പിക്കുന്നത്. 49,781 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ
132 പോയിന്റ് താഴെയായിട്ട് 49,649 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കോൾ റൈറ്റിംഗ് വന്നിരിക്കുന്നത് 50,000 28 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. 49,000 20 ലക്ഷം പുട്ടും റൈറ്റിംഗും ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗും വന്നിട്ടുണ്ട്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഗോ ഡിജിറ്റ്, ജനറൽ ഇൻഷുറൻസ് കമ്പനി, നാച്ചുറോ, ഇന്ത്യാബുൾ, യൂനി റോയൽ മറൈൻ എക്സ്പോർട്സ്, 3 കമ്പനികളാണ്. അത് പെന്നി സ്റ്റോക്സ് ആണ്. ദെൻ നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ കൊറിയ കറണ്ട് അക്കൗണ്ട്, ഓസ്ട്രേലിയ NAB ബിസിനസ് കോൺഫിഡൻസ്, UK അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ബ്രസീൽ ഇൻഫ്ലേഷൻ റേറ്റ്, ഇത്രയും ഈവൻറ്റുകളാണ് നാളെ വരാനുള്ളത്. ഞങ്ങളുടെ ഇൻട്രാഡേ ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇന്ന് 6 ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് 12 ട്രേഡിൽ നിന്നും 1:0.11 എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ 2.5% ലോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 15,027 രൂപയുടെ ഒരു ലോസാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ സെക്ടറുകളും ഇന്ന് റേഞ്ച് ബൗണ്ട് മാർക്കറ്റിൽ എന്താ പറയുക, ഒരു ഫേക്ക് ബ്രേക്ക് ഔട്ട് വരുമ്പോൾ എൻട്രി ആക്ടിവേഷൻ ആയതല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒറ്റ എൻട്രിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിഫ്റ്റിയിൽ 4% ലോസാണ്, ബാങ്ക് നിഫ്റ്റിയിൽ 2.2%, ഫിൻ നിഫ്റ്റിയിൽ 1.4%, ദെൻ മിഡ് ക്യാപ്പിൽ 2.5, സെൻസെക്സിൽ 3.2, സ്റ്റോക്ക് ഓപ്ഷൻസിൽ 1.5, ഇത്രയും ലോസാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഈ മാസം ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ഞങ്ങൾ 10.8% പ്രോഫിറ്റിലാണ് ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയറി ആയിരുന്നു. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇന്ന് മിഡ് ക്യാപ്പ് ഓപ്പൺ ആയത് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയത്. ദെൻ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി താഴോട്ട് വന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് വീണ്ടും മുകളിലോട്ട് പൊങ്ങി. പക്ഷേ അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല, തിരിച്ച് നേരെ ഇറങ്ങിയിട്ട് യെസ്റ്റർഡേ ലോ ടച്ച് ചെയ്തിട്ടാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഒരു കൺഫ്യൂസിങ് സർക്കിളിലാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തത്. റാസ് ലെവൽസിനെ പക്ക പെർഫെക്റ്റ് ആയിട്ട് റെസ്പെക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അത് എപ്പോഴും ഞാൻ പറയുന്നതാണ്, റാസ് ലെവൽസിൻ്റെ ഒരു ആക്യുറസി. ഇന്നത്തെ ഡേ ഹൈ വന്നിരിക്കുന്ന എക്സാക്ട്ലി ആ ഒരു റാസ് ലെവലിൻ്റെ ആ കറക്റ്റ് പോയിന്റിലാണ്. അതുപോലെ ഇനി ഇന്നത്തെ ഡേ ലോ വന്നിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ റാസ് ലെവൽസിൻ്റെ മറ്റൊരു ലെവലിലാണ് ലോ വന്നിരിക്കുന്നത്. അതേപോലെ ബാങ്ക് എക്സിലേക്ക് വരികയാണെങ്കിൽ ബാങ്ക് എക്സ് ഇന്ന് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ താഴെ ഇറങ്ങി ഗ്യാപ്പ് ഫില്ല് ചെയ്തു. തന്നെ ഒറ്റ പോക്കായിരുന്നു, കുതിച്ചൊരു പോക്ക് പോയി ഇന്നത്തെ ഡേ ഹൈ വരും എന്ന് പറഞ്ഞിരുന്ന 57,266 ടച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഫർദർ താഴോട്ടാണ് ഇറങ്ങി വന്നത്. ദെൻ ഓവറോൾ മാർക്കറ്റ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയും സെൻസെക്സൊക്കെ ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊരു പുതുമയില്ലാത്തൊരു സംഭവമായി മാറിയിരിക്കുന്നു ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഓൾ ടൈം ഹൈ അപ്ഡേറ്റ് ചെയ്യാം എന്നൊരു ധാരണയിലാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോകുന്നത്. കാരണം എല്ലാ ദിവസവും ഓൾ ടൈം ഹൈ ഉണ്ടാക്കുകയാണ്. സോ അതൊന്ന് ഒരു കൺസോൾട്ടേഷനിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ അതൊന്ന് താഴോട്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഫിനാൻസ് സെക്ടർ ഇന്നൊരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ്. ക്ലിയർലി ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു സിഗ്നലാണ് അവിടെ തന്നിരിക്കുന്നത്. നാളെ അറിയാം കൃത്യമായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി പറയുകയാണെങ്കിൽ ഈ ചാനൽ ഇതുവരെയായിട്ട് 11,300 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ രാവിലത്തെ വീഡിയോ 650 പേര് കണ്ടിട്ടുണ്ട്. നവാസ് പക്കാട, പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് ഇത്രയും കൃത്യമായി പറഞ്ഞു തരുന്നതിന് നന്ദി. കാണുന്ന എല്ലാവരും ലൈക്ക് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, സപ്പോർട്ട്, കമൻറ്റ് എല്ലാം ഈ കടയിൽ എടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്താ പറയുക, ഇൻട്രൊഡക്ഷൻ മെസ്സേജ് ഈസ് വെരി ഗുഡ് ആൻഡ് ആൻ ഐ ഓപ്പണർ. താങ്ക് യു വെരി മച്ച്. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചിരുന്നു, ചേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട്. ഞാൻ കല്യാണം കഴിച്ചതാണ്, എൻ്റെ മക്കളെ കല്യാണം കഴിക്കേണ്ട പ്രായത്തിലേക്ക് ആയിട്ടുണ്ട്. സോ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ല, പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല ഞാൻ ഇന്ന് രാവിലത്തെ മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. ഒരു പബ്ലിക്കായിട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിൾ, എൻ്റെ കൂടെ പഠിച്ചവർ, വിവാഹം കഴിക്കാത്തവർ ഇപ്പോഴും ഉണ്ട്, അവരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സോ ഇവിടെ ഞാൻ എല്ലാ ദിവസവും ലൈക്ക് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇതെന്താണ്, ഓരോ ദിവസത്തെയും ഇൻഡെക്സിൽ നിന്നും എത്ര പോയിന്റ് കുറച്ചാണ് സിഇയും എത്ര പോയിന്റ് കൂട്ടിയാണ് പിഇയും ബൈ ചെയ്യേണ്ടത്, ഇതൊന്ന് ദയവായി മറുപടി തരണേ. അതായത് നമ്മൾ എടുക്കേണ്ടത് ഇന്തമണിയാണ്. ഇന്തമണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ മണി സ്ട്രൈക്കിൽ നിന്ന് ഇപ്പോൾ സ്പോട്ട് പ്രൈസ് എവിടെയാണുള്ളത് അതിനൊന്ന് അതിൻ്റെ ഏറ്റവും അടുത്ത ഒരു റൗണ്ടായിട്ടുള്ള നമ്പറിനെയാണ് നമ്മൾ അറ്റ് ദ മണി എന്ന് പറയുക. ഇപ്പോൾ 47,216 47,200 ആയിരിക്കും അറ്റ് ദ മണി സ്ട്രൈക്കായിട്ട് ബാങ്ക് നിഫ്റ്റി നമ്മൾ കണക്ക് കൂട്ടുക. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ അതിൻ്റെ ഒരു 100 പോയിന്റ് ഒരു നെക്സ്റ്റ് ലെവൽ ഇൻ ദ മണി ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് കോൾ എടുക്കാം. അതായത് 47,216 മാർക്കറ്റ് ഉണ്ടെങ്കിൽ 47,200 നമ്മൾ അറ്റ് ദ മണിയായി കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ 47,100 നിങ്ങൾക്ക്
കോളിലേക്ക് സ്ട്രൈക്ക് കൺസിഡർ ചെയ്യാം. 47,300 പുട്ടിലേക്കുള്ള സ്ട്രൈക്കുമായിട്ടും കണക്ക് കൂട്ടാം. അതിൽ കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അമീൻ PLKD പാലക്കാടിൻ്റെ ഷോട്ടായിരിക്കും അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പ്രണയത്തിന് DNA മ്യൂട്ടേഷൻ സംഭവിച്ചതാണ്. തീർച്ചയായിട്ടും ആ രീതിയിലും അത് പറയാൻ സാധിക്കും. അപ്പോൾ എന്തായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇന്നത്തെ മെസ്സേജ്. രാവിലെ ഞാൻ നോക്കി പുറങ്ങിയിട്ടപ്പോൾ എനിക്ക് അതാണ് എൻ്റെ വായിലോട്ട് പെട്ടെന്ന് വന്നത്. സോ ഞാനത് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കേൾക്കാത്തവരൊന്നുകൂടെ പോയിട്ട് രാവിലത്തെ ആ മെസ്സേജ് കേൾക്കുക. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും you take care and bye-bye.